കരാത്തെ ദോ ഗോജുകൻ കസോക്കുക ഇന്ത്യയുടെ വാർഷിക ബ്ലാക്ക് ബെൽറ്റ് പരിശീലന ക്യാമ്പ് തൃപ്പയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തി. കരാത്തെ ദോ ഗോജുകാൻ നാഷണൽ പ്രസിഡന്റും കസോക്കുക ഇന്ത്യയുടെ ഇന്ത്യൻ പ്രതിനിധിയുമായ മധു വിശ്വനാഥ് പരിശീലനത്തിന് നേതൃത്വം നൽകി. കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ വിവിധ സോണുകളിൽ നിന്നായി 100ഓളം ബ്ലാക്ക് ബെൽറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. ഇതിൽ 25ഓളം പേർ പുതുതായി ബ്ലാക്ക് ബെൽറ്റും വിവിധ ഡിഗ്രികളും കരസ്ഥമാക്കി. കരാത്തെ ദോ ഗോജുകാൻ അസോസിയേഷൻ കസോക്കുക ഇന്ത്യയുടെ നാഷണൽ ക്യാമ്പ് ഇന്ന് TSGA സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. 100ലധികം ബ്ലാക്ക് ബെൽറ്റ്സാണ് ഇന്നിവിടെ പങ്കെടുക്കുന്നത്. കേരള, കർണാടക, തമിഴ്നാട്, ആന്ധ്ര എന്നീ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്നാണ് എല്ലാ ഇൻസ്ട്രക്ടേഴ്സും വന്നിട്ടുള്ളത്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരും തന്നെ ഭൂരിപക്ഷം പേരും ബ്ലാക്ക് ബെൽറ്റ്സാണ്. കുറച്ച് പേര് മാത്രം ബ്രൗൺ ബെൽറ്റ്സാണ്. അവർക്കിന്ന് എക്സാം ഉണ്ട്. ഈ 2 ദിവസമായിട്ട് ട്രെയിനിങ് ക്യാമ്പിൽ വെച്ചിട്ട് അവർ എക്സാം നടത്തി ഇന്ന് അവർ ബ്ലാക്ക് ബെൽറ്റ് അവാർഡിങ് കൂടി നടത്തുകയാണ്. കുറച്ച് പേര് ഫസ്റ്റ് ഡിഗ്രി, കുറച്ച് സെക്കൻഡ് ഡിഗ്രി ആൻഡ് തേർഡ് ഡിഗ്രി, ഇത്രയും ഡിഗ്രികളാണ് ഇന്ന് ഇവിടെ കൊടുക്കുന്നത്. ക്യാമ്പിന് എല്ലാ സോണിൽ നിന്നുള്ള, തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രസിഡന്റ്, എല്ലാ സോണിൻ്റെയും പ്രസിഡന്റുമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. നാഷണൽ ബോഡിയുടെ മെമ്പേഴ്സാണ് ഇവരെല്ലാവരും. ಈ 2 ದಿನ ಕರಾತೆ ಕ್ಯಾಂಪ್ ತುಂಬ ಚೆನ್ನಾಗಿ ಮೂಡ್ ಬಂತು ಮತ್ತು ನಾವೆಲ್ಲ ತುಂಬ ಚೆನ್ನಾಗಿ ಟ್ರೈನಿಂಗ್ ಮಾಡಿದ್ವಿ. ಈ ಒಂದು ಕ್ಯಾಂಪಲ್ಲಿ 100ಕ್ಕೂ ಅಧಿಕ ಕರಾತೆ ಮಾಸ್ಟರ್ಸ್ಗಳು ಮತ್ತು ಬ್ರೌನ್ ಬೆಲ್ಟ್ಸ್ಗಳು ಈ ಒಂದು ಕ್ಯಾಂಪಲ್ಲಿ ಭಾಗವಹಿಸಿದರು. ಮತ್ತು ಇಲ್ಲಿ ಗ್ರೇಡಿಂಗ್ ಕೂಡ ನಡೀತು, ಫಸ್ಟ್ ಡಾನ್, ಸೆಕೆಂಡ್ ಡಾನ್, ಥರ್ಡ್ ಡಾನ್ಗೆ. കരാത്തെ ഇന്ത്യ ഓർഗനൈസേഷൻ നടത്തിയ ദേശീയ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ കത്ത വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ MM ധീര കീർത്തിനെ ചടങ്ങിൽ ആദരിച്ചു. കത്ത, കുമിത്തെ പരിശീലനത്തിന് പുറമെ ഇൻസ്ട്രക്ടേഴ്സിനുള്ള പ്രത്യേക പരിശീലനവും ക്യാമ്പിൽ നടത്തി.